ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഞാൻ രാവിലെ വെച്ചിട്ടാണ് കേട്ടോ ഷോപ്പിലോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സാലഡ് ഉണ്ടായിരുന്നു. മാങ്ങാച്ചാറ് രാവിലെ ഇട്ട് വെച്ചു ഗൈസ്. അങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ പൊരിക്കാനായിട്ടുള്ള എണ്ണയൊക്കെ അതാ തിളച്ചു. അങ്ങനെ നമ്മളിതാ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. എനിക്ക് എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പിലും പോകണമായിരുന്നു. ഇത് നമുക്ക് അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ. പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാലഡ് ഉണ്ടായിരുന്നു. ഇറച്ചിക്കറി, ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇച്ചിരി കറിയൊക്കെ അത് അങ്ങോട്ട് ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും സന്ധ്യയ്ക്ക് ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. ഇതായിരുന്നു കേക്ക്, ചെറിയൊരു ഡെക്കറേഷനിൽ. പിന്നെ മോനിക്ക് സ്യൂട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ വീഡിയോയിൽ. നമ്മൾ പോയി എടുത്തതാണ് ഈ ഡ്രസ്സുകൾ. 2 പേർക്കും എടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുത്തായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. 5th ബർത്ത്ഡേ ആയിരുന്നു മോൻ്റെ. അങ്ങനെ അവൾ തന്നെയാണ് കേട്ടോ, അവൾക്കായിരുന്നു ഏറ്റവും ആഗ്രഹം മോന് ഒരു അനിയൻ വാവേനെ. അപ്പം അവൾ തന്നെയാണ് കേക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കേക്ക് മുറിച്ചു. അപ്പോൾ അവനിക്ക് ആഗ്രഹം നമ്മളും കൂടി കേക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാനും ഇക്കായെ കൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് കൊടുപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ ഉപരി ഇക്കാക്കാണ് കേട്ടോ മോനെ ആവാനായിട്ട് ഏറ്റവും ആഗ്രഹമായിരുന്നത് രണ്ടാമത്തെ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും അങ്ങനെ വെച്ച് കൊടുത്തപ്പം. അവൾ കെറുവിക്കരുതല്ലോ, ഞങ്ങളുടെ മൂത്ത മോളല്ലേ. അപ്പം നമ്മുടെ മോക്കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 പേർക്കും വെച്ച് കൊടുത്തു. പിന്നെ 2 പേരെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവൻ നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ. 2 പേര് നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. അങ്ങനെ 2 പേരെയും നിർത്തി വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു ഗൈസ്. അതിനുശേഷം അവർ 3 പേരെയും കൂടി നിർത്തി എടുത്തു കേട്ടോ നമ്മൾ. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഇക്കടുത്ത് ചിരിക്കാൻ പറഞ്ഞാണ്. അങ്ങനെ വീഡിയോയ്ക്കൊന്നും വരത്തില്ല ഉണ്ടാവും. മസിലൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ശ്വാസമൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് വിയർത്ത്. പിന്നെ ഞാനും മക്കളും ഇക്കായും എല്ലാവരും കൂടി നിന്നുള്ള ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മളെല്ലാം സെറ്റായി. ബർത്ത്ഡേ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. അപ്പം അൽഹംദുലില്ലാ, ഇനിയും ഇതുപോലെ തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ. അങ്ങനെ മക്കൾക്ക് ഉമ്മയൊക്കെ കൊടുത്തു ഗൈസ്. അതിനുശേഷം നമ്മൾ രാത്രിയിൽ നമ്മൾ കങ്കുവ കാണാൻ പോയി കേട്ടോ. കങ്കുവ കാണാനായിട്ട് പോയി. സത്യത്തിൽ ഗൈസ് എനിക്ക് ഭയങ്കര ബോറായിരുന്നു കേട്ടോ. എന്താണെന്നൊന്നും മനസ്സിലായില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇക്കാടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സൂര്യയുടെ പടമായിരുന്നു. 2.5 വർഷത്തെങ്ങാണ്ട് കാത്തിരിപ്പാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതെന്തോ കഥയോ അങ്ങോട്ട് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. മനസ്സിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് പോരായിരുന്നു ഗൈസ്. അങ്ങനെ കങ്കുവ പോയി കണ്ടു. അതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രേവതിയിലാണ് പോയി കണ്ടത്. പിന്നെ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്നാക്സൊക്കെ മേടിച്ചു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.